എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2025 പ്രവേശന പരീക്ഷയ്ക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടിയിട്ടും അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളിൽ പലർക്കും ഉണ്ടാവുന്ന സംശയമാണ്, കീമിൽ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിനും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും പരീക്ഷകളൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിന് രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ? നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന ആപ്ലിക്കേഷൻ ഫീസ് നിങ്ങൾക്ക് തിരികെ റീഫണ്ടായിട്ട് കിട്ടുമോ? ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ പ്രവേശനത്തിനായിട്ട് നിങ്ങൾ നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് മെയ് 4-ാം തീയതി ഇന്നലെ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ പിന്നീട് ഈ ഒരു കീമിന് രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണം ഉണ്ടോ? അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിന് നാറ്റ പരീക്ഷയുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്തിന് ഈ ഒരു കീമിന് പരീക്ഷയൊന്നുമില്ലാതെ വെറുതെ രജിസ്ട്രേഷൻ ചെയ്തു എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട്സ് ഉണ്ടാവും. അതുപോലെ തന്നെ കീമിൻ്റെ ഈ ഒരു അപേക്ഷയിൽ എഞ്ചിനീയറിംഗ് ഫാർമസി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് ഒരു ഡൗട്ട്സ് ഉണ്ടാവില്ല എങ്കിൽ കൂടി കീമിൻ്റെ ഈ ഒരു ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് എന്നിവയിലേക്ക് മാത്രമായിട്ട് പ്രവേശനത്തിനായിട്ട് ഓപ്ഷൻ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഡൗട്ട് ഉണ്ടാവും. അതായത് കീമിന് ഈ ഒരു ആർക്കിടെക്ചറിനും പരീക്ഷയില്ല, അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും പരീക്ഷ നടത്തുന്നില്ല. അപ്പോൾ വെറുതെ എന്തിന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് നൽകിയിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിച്ചു? ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു റീഫണ്ട് കിട്ടുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ, അതായത് ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ട് കിട്ടുമോ എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു വിദ്യാർത്ഥി ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡൗട്ട്സ് എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിനും അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും മാത്രമായിട്ട് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ എല്ലാവിധ ഡൗട്ട്സും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി തന്നെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറയാം, ഈ ഒരു കീമിൻ വഴി, അതായത് ഈ ഒരു കീം 2025 പ്രവേശന പരീക്ഷ വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്, അതായത് ഒന്നാമത് ഒരു എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി എന്നിവയ്ക്കാണ്. അതുപോലെ ഈ ഒരു കീം 2025 പ്രവേശന പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികളിൽ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിന് ഓപ്ഷൻ മാത്രം വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആർക്കിടെക്ചർ കോഴ്സിന് അഡ്മിഷൻ കിട്ടും. അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അതിന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഇതിനുള്ള അഡ്മിഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു, എഞ്ചിനീയറിംഗിന് നിങ്ങൾക്ക് ഈ ഒരു കീമിൻ്റെ പ്രവേശന പരീക്ഷ നടത്തുന്നതുകൊണ്ട് ഇതുവഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നറിയാം. ഫാർമസിക്കും പ്രവേശന പരീക്ഷ നടത്തുന്നത് കൊണ്ട് ഇതുവഴി അഡ്മിഷൻ കിട്ടുമെന്ന് നിങ്ങൾക്കറിയാം. ഇതിൻ്റെ പ്രവേശന പരീക്ഷ കഴിഞ്ഞു, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് അറിയാം. അപ്പോൾ എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിന്, അതായത് ഈ ഒരു ആർക്കിടെക്ചർ കീമിലെ ഈ ഒരു എ എന്ന് പറയുന്നത് ആർക്കിടെക്ചർ കോഴ്സാണ്. അപ്പോൾ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിന് നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടും, അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് അപ്പോൾ എങ്ങനെ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് കേരളത്തിൽ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിനും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കീം 2025 പ്രവേശന പരീക്ഷയ്ക്കുള്ള രജിസ്ട്രേഷനിൽ ആർക്കിടെക്ചർ കോഴ്സിനും അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും നിങ്ങൾ ഓപ്ഷൻ നൽകുന്ന സമയത്ത് ഓപ്ഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് കേരളത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അതായത് കേരളത്തിൽ അഡ്മിഷൻ നിങ്ങൾക്ക് ആർക്കിടെക്ചർ കോഴ്സിനും അതുപോലെ തന്നെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കീം 2025 പ്രവേശന പരീക്ഷയുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ നൽകുന്ന സമയത്ത് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിനും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും ഓപ്ഷൻസ് നൽകിയിട്ടുണ്ടായിരിക്കണം. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു സംശയമായിരിക്കും, ഇതിന് രണ്ടിനും പരീക്ഷ നടത്തുന്നില്ലല്ലോ, കീമിൽ പരീക്ഷ നടത്തുന്നില്ലല്ലോ, അപ്പോൾ ഇതിന് രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് എന്താണ് ഗുണം? അപ്പോൾ നിങ്ങൾ അടച്ച പൈസ റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അടച്ചിട്ടുള്ള പൈസ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഫീസാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ടായിട്ട് കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ട് കിട്ടാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ കിട്ടില്ല എന്ന് തന്നെ പറയാം. ഇനി ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിനും അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിനും ഈ ഒരു കീം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗിൻ്റെ ഫാർമസിയുടെ കാര്യം കൂടി ഇതിൽ പറയാം. അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെതാണെങ്കിൽ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ +2 മാർക്ക് കൂടി പിന്നീട് എൻ്റർ ചെയ്ത് നൽകേണ്ടതായിട്ട് വരും. അങ്ങനെ അത് കൂടി നൽകിയ ശേഷം പിന്നീട് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം അത് നിങ്ങൾക്ക് +2ൻ്റെയും അതുപോലെ ഈ ഒരു കീമിൻ്റെ മാർക്കും കൂടി രണ്ടും കൂടി ഒരു നിശ്ചിത ഫോർമുല ഉപയോഗിച്ച് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതുവഴി നിങ്ങൾ ഓപ്ഷൻ നൽകി അഡ്മിഷൻ ലഭിക്കുകയുമാണ് ചെയ്യുക. ഫാർമസി ആണെങ്കിൽ കീമിൻ്റെ ഫാർമസി പരീക്ഷയിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതുവഴി നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മുഖേന അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. ഇനി നമുക്ക് ആർക്കിടെക്ചർ കോഴ്സിൻ്റേത് വരാം. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിൻ്റേത് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നാറ്റ പരീക്ഷ, നാറ്റ 2025 അല്ലെങ്കിൽ 2024 ഏതെങ്കിലും ഒരു പരീക്ഷയിൽ നിങ്ങൾ ക്വാളിഫൈ ആയിട്ടുണ്ടായിരിക്കണം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷം 3 സെഷനിൽ മാത്രമാണ് പരീക്ഷ എഴുതാനായിട്ട് പറ്റുക. നിലവിൽ ഈ ഒരു ജൂൺ 28-ാം തീയതി വരെ ഓരോ ആഴ്ചയിലും 3 സെഷനായിട്ട് പരീക്ഷ നടക്കുന്നുണ്ട്. ഒന്നാമത്തേത് വെള്ളിയാഴ്ച സെഷനാണ്, രണ്ടാമത്തേത് ശനിയാഴ്ച രാവിലത്തെ സെഷൻ, മൂന്നാമത്തേത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം. അതായത് വെള്ളിയാഴ്ച ഒരു സെഷൻ ഉണ്ട്, ശനിയാഴ്ച 2 സെഷനുകളിൽ പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെഷനിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ ഇങ്ങനെ ക്വാളിഫൈ ആവുന്ന വിദ്യാർത്ഥികളുടെ ഏറ്റവും മികച്ച മാർക്കാണ് പരിഗണിക്കുക.
അപ്പോൾ ഇങ്ങനെ മികച്ച മാർക്ക് പരിഗണിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിൻ്റെ പ്രവേശനത്തിനായിട്ട് നിങ്ങളുടെ നാറ്റയുടെ സ്കോർ നിങ്ങൾ കീമിൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്ത വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് നിങ്ങൾ ഈ ഒരു നാറ്റയുടെ സ്കോർ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കില്ല. നാറ്റയുടെ സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാറ്റ ഇതുവരെ എഴുതാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ഈ ഒരു ജൂൺ 28 മുമ്പായിട്ട് ഓരോ ആഴ്ചയിലും, അത് എല്ലാ ആഴ്ചയിലും പരീക്ഷ നടക്കുന്നുണ്ട്. ഈ ഒരു വെള്ളിയാഴ്ചത്തെ സെഷൻ്റെ രജിസ്ട്രേഷൻ തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ ശനിയാഴ്ച രാവിലെയും ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന ആ ഒരു പരീക്ഷയുടെ രജിസ്ട്രേഷൻ ചൊവ്വാഴ്ചയാണ് നടക്കുന്നത്. തിങ്കളാഴ്ച രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുധനാഴ്ച ഹാൾ ടിക്കറ്റ് കിട്ടും. ചൊവ്വാഴ്ച രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യാഴാഴ്ചയാണ് രജിസ്ട്രേഷൻ ഈ ഒരു അതായത് അഡ്മിറ്റ് കാർഡ് കിട്ടുകയും ശനിയാഴ്ചയാണ് പരീക്ഷ ഉണ്ടാവുക. തിങ്കളാഴ്ചത്തേത് ബുധനാഴ്ചയാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുക. ഈ ഒരു വെള്ളിയാഴ്ചയാണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ഇതുവരെ നാറ്റ പരീക്ഷ ക്വാളിഫൈ ആവാത്ത വിദ്യാർത്ഥികൾ നാറ്റ പരീക്ഷയിൽ ക്വാളിഫൈ ആവുക. പിന്നീട് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ അഡ്മിഷനായിട്ട് നിങ്ങളോട് നാറ്റയുടെ സ്കോർ അപ്ലോഡ് ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുകയും അതിനുശേഷം ഈ ഒരു നാറ്റയുടെ സ്കോറും നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ സ്കോറും ഒക്കെ പരിഗണിച്ച് ഒരു നിശ്ചിത ഫോർമുലയിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് നിങ്ങൾ കോളേജ് കോഴ്സ് ഓപ്ഷനുകൾ നൽകി അലോട്ട്മെൻറ്റ് ലഭിക്കുകയും അതുവഴി നിങ്ങൾക്ക് ഈ ആർക്കിടെക്ചർ അല്ലെങ്കിൽ BArch കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനും സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഡൗട്ടാണ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ്. അപ്പോൾ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്ക് നിങ്ങൾക്ക് നീറ്റ് പരീക്ഷ എഴുതി അപ്പോൾ നിങ്ങൾ എന്തിന് കീമിന് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസുകൾ പഠിപ്പിക്കുന്ന വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ കീം 2025 പരീക്ഷയ്ക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഈ ഒരു കീം വഴി നിങ്ങൾക്ക് ഈ ഒരു കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതുപോലെ നീറ്റ് പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ആവുകയും ചെയ്യേണ്ടതാണ്. നീറ്റ് 2025 പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ആവുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ നീറ്റ് 2025 പ്രവേശന പരീക്ഷ മെയ് 4-ാം തീയതി, അതായത് ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ ഈ ഒരു നീറ്റിൻ്റെ റിസൾട്ട് വരും. റിസൾട്ട് വന്ന ശേഷം നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് ക്വാളിഫൈ ആയിരുന്നോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ ഒരു NTA പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് അത് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഒരു കട്ട് ഓഫ് മാർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെ, അതായത് കട്ട് ഓഫ് മാർക്ക് ലഭിച്ച ക്വാളിഫൈ ആയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു NTA ഒരു നീറ്റ് പരീക്ഷയുടെ ഒരു ക്വാളിഫൈ ആയിട്ടുള്ള, അതായത് ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ പിന്നീട് കീമിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ അഡ്മിഷൻ ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് നിങ്ങളുടെ നീറ്റിൻ്റെ സ്കോർ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന വിദ്യാർത്ഥികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ കോഴ്സിന് ഒരു റാങ്ക് ലിസ്റ്റ്, മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഇങ്ങനെ 2 റാങ്ക് ലിസ്റ്റാണ് മെഡിക്കൽ കോഴ്സിനും അതുപോലെ മെഡിക്കൽ അലൈഡ് കോഴ്സസിനും ആയിട്ട് തയ്യാറാക്കപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് വഴി ഈ ഒരു മെഡിക്കൽ കോഴ്സിലേക്കും അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് ഒരു 5000-ഓളം രൂപയാണ് വരിക. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് SC ST ഒക്കെ ആണ്, അതുപോലെ തന്നെ മറ്റു വിവിധ വിഭാഗങ്ങൾക്കായിട്ട് ഫീസിൽ കുറവുണ്ട്. 500 രൂപയൊക്കെ ഈ ഒരു ഫീസ് വരുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫീസ് കൂടി അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതും നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രയോറിറ്റി അനുസരിച്ച് ഓപ്ഷനുകൾ നൽകിയ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അങ്ങനെ അലോട്ട്മെൻറ്റിൽ തിരുത്തുന്നതിനൊക്കെ സാധിക്കും. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റുകൾ വരും. ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്തും വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിലെ സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് നിങ്ങളൊരു ഫീസ് അടക്കുകയും കോളേജിൽ പോയിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കീം പരീക്ഷയിൽ നിങ്ങൾ ഈ ഒരു കീം രജിസ്ട്രേഷന് നിങ്ങൾ ഈ ഒരു ആർക്കിടെക്ചർ അതുപോലെ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ അഡ്മിഷൻ മാത്രമായിട്ട് അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ആർക്കിടെക്ചറിന് നിങ്ങൾക്ക് ഈ ഒരു നാറ്റയുടെ ആ ഒരു സ്കോർ മാത്രം പോരാ, കീമിന് ആർക്കിടെക്ചറിന് ഓപ്ഷൻ നൽകിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനായിട്ട് നിങ്ങൾക്ക് നീറ്റ് 2025 പരീക്ഷ ക്വാളിഫൈ ആവുകയും വേണം. അതുകൂടാതെ തന്നെ കീം 2025 മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിൻ്റെ അഡ്മിഷനായിട്ട് നിങ്ങൾ ഈ ഒരു കീം രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് ഓപ്ഷൻസ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ തല കോട്ടയിലും അഡ്മിഷൻ നേടാൻ പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള MCC വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നീറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം കൗൺസിലിങ്ങിനായിട്ട്, അതായത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതും അതുവഴി നിങ്ങൾക്ക് ഈ കോളേജ് കോഴ്സ് ഓപ്ഷൻ ഈ ഒരു കൗൺസിലിംഗിൽ പങ്കെടുത്ത് ഓപ്ഷനുകൾ നൽകി ഓൾ ഇന്ത്യ തല കോട്ടയിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനും സാധിക്കും. കേരളത്തിൽ നിങ്ങൾ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസ് അതുപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സസ് എന്നിവയിലേക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ കീം 2025 പരീക്ഷയുടെ ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. കേരളത്തിൽ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിനും മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിനും കീമിൽ പരീക്ഷ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ഇതിന് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് കേരളത്തിൽ അഡ്മിഷന് വേണ്ടിയിട്ടാണ് എന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് ഇനത്തിൽ അടച്ച പൈസ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടത്തില്ല. അക്കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ കേരളത്തിൽ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സിന് ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് നാറ്റ സ്കോർ അപ്ലോഡ് ചെയ്ത് കേരളത്തിൽ ഈ ഒരു ആർക്കിടെക്ചർ കോഴ്സും BArch കോഴ്സിന് അഡ്മിഷൻ നേടാനാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതുപോലെ തന്നെ കീമിൽ ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിന് പരീക്ഷ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു കീം രജിസ്ട്രേഷൻ ചെയ്തത് ഈ ഒരു നീറ്റ്
UG 2025 പരീക്ഷ ക്വാളിഫൈ ആയ ശേഷം കേരളത്തിൽ അഡ്മിഷൻ നേടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ആർക്കിടെക്ചർ കോഴ്സിൻ്റെ നാറ്റയുടെ സ്കോർ ആയിരുന്നാലും നീറ്റിൻ്റെ ഈ ഒരു സ്കോർ ആയിരുന്നാലും നിങ്ങൾ കൃത്യസമയത്ത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുന്നതല്ല എന്നുള്ളതും പിന്നീട് ചാൻസ് ലഭിക്കാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും എപ്പോഴാണ് രജിസ്ട്രേഷനും അതുപോലെ ഓപ്ഷൻ നൽകാൻ അതായത് സ്കോർ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത് അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അത് ഫോളോ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ ആ ഒരു രീതിയിൽ ഓപ്ഷൻ നൽകി നിങ്ങൾ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.